നമ്മൾ കാത്തിരുന്ന ആ പൂജാ ബമ്പറിൻ്റെ ആ ഭാഗ്യശാലി ഇപ്പോൾ ഇവിടെ ഒഴുകി ആരാണ് എന്താണെന്ന് ഇന്നലെ മുതൽ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. വേറെ പല ഘട്ടങ്ങളിലും പലരും കണ്ടെത്താൻ പോലും കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു ഈ സമ്മാനം കിട്ടിയവർ. ഇപ്പോൾ നമ്മുടെ JK ലോട്ടറീസിൽ നിന്ന് ടിക്കറ്റ് എടുത്തതിലാണ് അദ്ദേഹത്തിന് ഒന്നാം സമ്മാനം കിട്ടിയത്. ദിനേശേ, നിങ്ങൾ മനസ്സുകൊണ്ടും കോടീശ്വരനാണ്. നിങ്ങളിപ്പോൾ പണം നിങ്ങളിൽ വരുന്നെങ്കിലും നിങ്ങൾ അതൊന്നും മാറ്റാൻ തയ്യാറല്ലെന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത്? ഞാനിപ്പോൾ നമുക്ക് ഈ കിട്ടിയ തുകയുടെ കൂട്ട് തന്നെ നമ്മുടെ നാട്ടിൻപുറത്ത് നമ്മൾ ഓരോരുത്തരെ സഹായിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ആ സഹായം ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ദൈവം തന്നൊരു ബോണസ് എന്ന് കണക്കൂട്ടുന്നേ ഉള്ളൂ. ഞാൻ ഇനി നമ്മൾ സഹായങ്ങൾ ചെയ്യും. നമ്മുടെ സുഹൃത്തുക്കൾക്ക് അറിയാതെ ഇത് ചെയ്യുമെന്നുള്ള കാര്യം അറിയാം. പിന്നെ ലോട്ടറി എടുക്കുന്നവർക്കേ അടിക്കത്തുള്ളൂ. എല്ലാവരും ലോട്ടറി എടുക്കണം. ലോട്ടറി എടുത്താലേ ലോട്ടറി അടിക്കത്തുള്ളൂ. ലോട്ടറി എടുക്കാത്തവരടിച്ചില്ലെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. എല്ലാവർക്കും ലോട്ടറി അടിക്കാനും പറ്റത്തില്ല. പിന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് തൊഴിലാണിത്. ഞാൻ പലരും വീട്ടിൽ എനിക്ക് അല്ലാതുള്ള പെഷയൊക്കെ എടുക്കാൻ വരുമ്പോൾ ഞാൻ അവരോട് നിങ്ങൾ ഇത് നടക്കാം, നിങ്ങൾ 10 ലോട്ടറി എടുത്തുകൊണ്ട് നടക്കാമെന്ന് പറഞ്ഞ് ചെറിയ എമൗണ്ട് അവർക്ക് കൊടുക്കും. അത് അവർക്ക് ജീവിത വരുമാനമാർഗമായി മാറും. അല്ലാതെ അങ്ങനെയുള്ള ഇപ്പം ഒരാളുടെ മുമ്പിൽ കൈ നീട്ടേണ്ട കാര്യമില്ല. അതാണ് മെയിൻ ഒരു കാര്യം. പിന്നെ ഞാൻ ചെറിയ ലോട്ടറികൾ ഞാൻ എടുക്കാറില്ല. ഈ വലിയ ലോട്ടറി മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ അതുപോലെ ഇത് നിങ്ങൾ എന്തുകൊണ്ടാണത് സർപ്രൈസ് ആയിട്ട് വെച്ചത്? എങ്ങനെ പിടിച്ചു നിന്നു? അല്ല, ഞാൻ പറഞ്ഞില്ല, നമ്മുടെ സുഹൃത്തിൻ്റെ കല്യാണമായിരുന്നു. അന്നേരം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ആ കല്യാണത്തിന് പങ്കെടുക്കാൻ പറ്റത്തില്ല. ആ കല്യാണത്തിന് മൊത്തം കാര്യങ്ങൾ നമ്മളായിരുന്നു നോക്കുന്നത്. കല്യാണത്തിൻ്റെ അല്ല, അവിടുത്തെ വണ്ടിയെടുപ്പായാലും നമ്മുടെ വീടിൻ്റെ ഭാഗത്തുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിക്കും. ആ ഒരു വിശ്വാസം കൊണ്ട്. അന്നേരം പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് എന്നിട്ടും കഴിഞ്ഞില്ല. ഇപ്പം നല്ല വാതിൽ വൈകുന്നേരം ഉണ്ട്, അതിനും പങ്കെടുക്കണമെന്നാണ്. അല്ല, എന്നാലും ഇത് എന്നിൽ നിന്ന് ഇത്രയും നേരം മറച്ചു വെച്ചില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചായിരുന്നോ? ചോദിച്ചു. എന്തായിരുന്നു പറഞ്ഞത്? ചോദിച്ചപ്പം ഒന്നും പറഞ്ഞില്ല, ചിരിച്ചതേ ഉള്ളൂ. ഇപ്പം ഒരുപാട് സന്തോഷം. ഇനി നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാനൊക്കെ അദ്ദേഹം പറഞ്ഞല്ലോ. ഭാര്യ വാമഭാഗത്തിന് എന്താ പറയാ? ഏട്ടൻ എന്തോ തീരുമാനിക്കുന്ന വെച്ചാൽ അത് ഓണക്കുള്ള എന്തുവായാലും മുന്നോട്ട് പോകും. അതേപോലെയല്ല, മന്ത്രിയുടെ ഭാര്യയാണെങ്കിൽ മന്ത്രി പത്നി, കോടീശ്വരൻ്റെ ഭാര്യയാകുമ്പോൾ കോടീശ്വരിയാ. ഇല്ല, ഒന്നുമില്ല, എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. എക്സൈറ്റഡ് ആണല്ലേ? ഇപ്പോഴും വിശ്വസിക്കാനായിട്ടില്ല. ഞങ്ങൾ വന്നപ്പോഴും ഞാനത് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാനായിട്ടില്ല. എപ്പോഴെങ്കിലും ഈ ലോട്ടറി എടുത്ത് ഈ പണം കളയുന്നത് എന്തിനാന്ന് ചോദിച്ചിട്ടുണ്ടോ? ചോദിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാ? ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് ലോട്ടറി എടുക്കുന്നത്. അന്നേരം എവിടെ പോയാലും ലോട്ടറി എടുക്കും. അന്നേരം ഇതുപോലെ 50 1 ഒക്കെ അടിച്ചിട്ടുണ്ട്. അന്നേരം നമ്മുടെ കരുനാപ്പള്ളി അടിച്ചപ്പോഴായാലും അത് ചുമ്മാതെ പറഞ്ഞതാ. ഇങ്ങനെ ഞങ്ങൾ കണ്ടുകൊണ്ടിരുന്നപ്പം ഇതുപോലെ പറഞ്ഞിട്ട് ഈ ചിലപ്പം കരുനാപ്പള്ളിക്കായിരിക്കും എന്നും പറഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴാണ് പ്രിൻസ് ജ്വല്ലറിയിൽ അവർക്ക് അടിച്ചത്. അന്നേരം ഭയങ്കര വിഷമമായിരുന്നു. ജസ്റ്റ് നമ്പറിനാണ് മിസ്സായി പോയത്. എന്നാലും എടുക്കും, എവിടെ പോയാലും എടുക്കും. പണ്ട് അല്ല, ഒരു സിനിമയിൽ ഇന്നസെന്റ് അടിച്ചു മോനെ എന്ന് പറഞ്ഞൊരു വീടൊക്കെ ഉണ്ടല്ലോ, അതുപോലെ വീണില്ലേ? ഇല്ലില്ല, ഞാൻ ഫേസ്ബുക്കിൽ അതൊക്കെ ഞാൻ എല്ലാ ബമ്പർ അടിച്ചില്ലെങ്കിലൊക്കെ നമ്മളിങ്ങനെ പോസ്റ്റുകൾ ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഈ ആട്ടം ചെയ്തിട്ടുണ്ട്. എൻ്റെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാനത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മോളെ ഹാപ്പിയാണോ? എന്താ അച്ഛനെ കുറിച്ച് പറയാനുള്ളത്? ഈ ലോട്ടറി അടിച്ചില്ലേ? അത് മോക്കത് മനസ്സിലായോ? എത്ര? എനിക്ക് പറയാനുള്ളത്, കേരള സർക്കാരിൻ്റെ ഈ ലോട്ടറി ഈ 70 80 എന്നൊക്കെ ഉള്ളത്, ആ ലോട്ടറി ഒരു മിനിമം ഒരു 2 ലക്ഷത്തിലോട്ടൊക്കെ ആക്കാവുന്നുണ്ട്. കൂടുതൽ ആൾക്കാർ 2 കോടി മിനിമം എല്ലാ ടിക്കറ്റിലും 2 കോടിയിലേക്കൊക്കെ എത്തിക്കാവുന്നുണ്ട്. എല്ലാവരും എടുക്കും. പിന്നെ അടുത്തൊരു ഓണം ബമ്പർ ഇതിനേക്കാളും കുറച്ചുകൂടെ ഒരു എമൗണ്ട് കൂട്ടി. ഇപ്പം ദുബായിൽ നടക്കുന്നത് 69 കോടിയും കണ്ട് ഒരു 50 കോടിയായാലും ആൾക്കാരെടുക്കും. ഈ ടിക്കറ്റ് വിറ്റ് പോവുകയും ചെയ്യും. എമൗണ്ട് കൂട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. അന്നേരം അത്രയും ടിക്കറ്റ് വിറ്റ് പോവുകയും ചെയ്യും. എമൗണ്ട് കൂടിക്കഴിഞ്ഞാൽ അതനുസരിച്ച് വിൽക്കുന്നതിൻ്റെ ആനുപാതികമായ കച്ചവടക്കാരന് ലാഭം കിട്ടുകയും ചെയ്യും. അവർക്കൊരു വരുമാനമായി മാറുകയും ചെയ്യും. JK ലോട്ടറീസ് വീണ്ടും ഹിറ്റായി. ആദ്യത്തെ ബമ്പർ, കേരളത്തിൻ്റെ ബമ്പർ നിങ്ങൾക്കായിരുന്നു. കേരള ലോട്ടറിയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ബമ്പർ അന്ന് 10 ലക്ഷം രൂപയായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ്. അത് നമ്മുടെ അച്ഛൻ വിറ്റ ടിക്കറ്റിനാണ് അത് അടിക്കാൻ സാധിച്ചത്. ഇന്നിപ്പം വളരെ ഇരട്ടി മധുരമാണ്. കാര്യം വെച്ചാൽ ഈ ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇദ്ദേഹം പറഞ്ഞത് നമ്മൾ ശ്രദ്ധിച്ചപ്പോൾ അദ്ദേഹം അവിടെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ആൾറെഡി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതവും അതുമായിട്ട് ബന്ധപ്പെട്ട് സാധാരണക്കാരായ നല്ല ആളുകളെ കണ്ടെത്തി അതിന് കൊടുക്കുന്നു എന്നുള്ള കേൾക്കുമ്പോൾ നമുക്കൊരു കുളിർ മഴയാണ്. അപ്പോൾ ഈ അർഹിക്കുന്ന പാത്രത്തിൽ തന്നെയാണ്. ഇപ്പം നമ്മൾ ഈ കേട്ടല്ലോ, ആ ഭാഗ്യവാനും ഭാഗ്യവതിയും ആ 2 മക്കളും ആ ഫാമിലി ഒന്നാകെ ഈ ഇത്രയും വലിയ പണം കിട്ടിയതിനല്ല, അതെങ്ങനെ വിനിയോഗിക്കും, അത് ആർക്കൊക്കെ സൽപ്രവർത്തികൾക്ക് ഉപയോഗിക്കും, മുമ്പ് എങ്ങനെ ജീവിച്ചോ അതുപോലെ ഇനിയും ഞങ്ങൾ ജീവിക്കുമെന്ന് പറയുന്ന ഒരു മാതൃകാ സന്ദേശം കൂടിയാണ് ഈ കുടുംബം നൽകുന്നത്. പണത്തിൽ അങ്ങനെ കമിഴ്ന്ന് വീഴുന്നവരല്ല ഇവർ. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.